പിന്നെ ഞാൻ കൂടെ വരുമോ? എൻ്റെ അമ്മച്ചി എല്ലാം എടുത്തോ? പാൻ്റൊക്കെ ഇട്ടോ? പൈപ്പൊക്കെ ഉണ്ടോ? നന്നായി പോയി. അവിടെ ആയിരുന്നു മുള്ളാനായാലും പറഞ്ഞു. ആ പൈപ്പിൻ്റെ കിട്ടിയിരുന്ന മുള്ളുന്നേ. പിന്നെ ഫോൺ എടുത്തോ? ഇത് പറ്റുവാണെങ്കിലേ ഞാൻ എടുക്കുള്ളേ. 7 മണിയാവുന്നു. എവിടെ ആയിരുന്നു? എല്ലാം എടുത്തു. ചോറൊക്കെ എടുത്തല്ലോ. ചോറും വെള്ളവും പിന്നെ ഡ്രസ്സ്. മുടിയൊക്കെ എന്നാ ചെയ്യാൻ? പവർ ബാങ്ക് വേണമെന്ന് പറഞ്ഞാൽ എന്തിനായിരുന്നു? ഡാ മാറടാ. ഓക്കെ. ഇന്ന് ഇറങ്ങാൻ ഇച്ചിരി താമസിച്ചു. എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് തീർന്നില്ലായിരുന്നു. അത് തീർത്തപ്പോൾ ഇച്ചിരി സമയം പോയി. തീരാറായതുകൊണ്ട് അങ്ങ് തീർത്താ. എൻ്റെ പുറകിലല്ല, എൻ്റെ മുന്നിലാ സിംബ നിൽക്കുന്നത്. അല്ലാടാ കടിക്കാനോ? പിന്നെ അവനവൻ കടിക്കും. ചപ്പാത്തി അത് മൊത്തം കഴിച്ചിട്ട് ഇവിടെ എണീറ്റാൽ മതി കേട്ടോ. ഭയങ്കര മടിയാണല്ലോ ഇപ്പം എല്ലാത്തിനും. TV കാണാൻ മാത്രം ഒരു മടിയില്ല. എത്ര നേരം വേണേലും എൻ്റെ മുന്നിൽ കുത്തിയിരുന്നുള്ളൂ. TV ഇനി ഇത്ര കാണിക്കുകയല്ലോ കേട്ടോ. വല്ലപ്പോഴൊക്കെ കാണിക്കുള്ളൂ. രാവിലെ TV വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും അവധി ദിവസങ്ങളിലൊന്നും വഴക്കുണ്ടാക്കാൻ വരരുത്. ക്ലാസ്സില്ല. സമയം സമയം 7:30 ആകുമ്പോൾ നമുക്ക് ഇറങ്ങണം. ഉണ്ട്, ക്ലാസ് ഉണ്ട്. സാറ്റർഡേ സൺഡേ ക്ലാസ് ഇല്ലാത്തത്. ഉണ്ട് ഉണ്ട്. ശ്യാമളമ്മ വന്നു കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ക്ലാസ് കാണില്ല. സാറ്റർഡേ അല്ലേ? അതെ. യൂട്യൂബിൽ നിന്ന് മാറിയിട്ട് വർക്കിന് പോകാൻ തുടങ്ങിയപ്പോൾ മാനസികമായിട്ടൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നേ. അത് എന്നാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തോ ഒരു നഷ്ടബോധമോ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ പണിക്ക് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതങ്ങ് പോയി. ഇനിയിപ്പോൾ പണിക്ക് പോകാൻ പറ്റാതെ വരുമ്പോൾ അതാണൊരു വിഷമമായിട്ട് മാറുക. എന്ന് പറഞ്ഞ പോലെ എന്തോ ഇപ്പം പണിയായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റായി. ഇനി അതിൽ നിന്ന് മാറേണ്ടി വന്നാലോ അല്ല മാറുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. ഉത്സവമൊക്കെ കഴിഞ്ഞ് എല്ലാം ശാന്തമായി. സൂര്യൻ ചേച്ചിയുടെ ബസ് വരില്ല. ചോറെടുത്തോ നാരായണി? നമുക്ക് പിന്നെ ബസ് വരികയല്ലോ. അതെ, പാൻ്റിറക്കിട്ടെ. വരും പൊക്കേ.
ഒരു സെക്കൻഡ് ഇപ്പോൾ വരാവേ, ഒറ്റ സെക്കൻഡ് നിൽക്കേ. ശാംഭവി നീ വന്നേ, ഒരു കാര്യത്തിനാ എന്നാ. ഇവളോ അവൾ ഓടിയോ? ദൈവമേ, ദേ പോയി. നാരായണിക്ക് വന്നേ, അവള് പോയി. അവിടെ നിൽക്കി, ചേച്ചി പെണ്ണ് വരട്ടെ. ഡാ ഡാ ശമ്പൂട്ടാ, ചേച്ചി പെണ്ണ് വരട്ടെ. ദൈവമേ, ദേ പോന്നു. ദേ അങ്ങ് ചെന്ന് കേട്ടോ, അവളങ്ങ് പോയി. പാൻ്റ് ഇറക്കിയിട്ടെ, ഇതൊക്കെ ഒന്ന് കൊടുക്കണേ. കഴിക്കാൻ കൊടുത്താൽ മതി. ഇനി പോന്നേക്ക് കേട്ടോ. ഈ ബാഗല്ലേ എടുക്കുന്നത്, അപ്പോൾ 2 പാലും എടുത്തോണ്ട് പറഞ്ഞേ. ഈ ബാഗ് എടുക്കുന്നത്, അപ്പോൾ കുഴപ്പമില്ല. എന്തോ അവളങ്ങ് പോയി. ദൈവമേ, ഇതാണ് അവളുടെ കാര്യം. നമ്മൾ ആളിലെന്ന് കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഒറ്റ ഓട്ടം. റോഡ് കുത്തിപ്പൊളിച്ച് വലിങ്ക് അതുകൊണ്ട് എന്നും വൈകിട്ട് ബ്ലോക്കാണ്. സമയം അരമണിക്കൂറോളം ചിലപ്പോൾ. സാധാരണ ഞാനിവിടെ വരുമ്പോൾ കാണുന്ന ബസ്സൊന്നും ഇന്ന് കാണുന്നില്ല. സാമ്പത്തികമായിട്ട് നമ്മൾ സെറ്റായി കേട്ടോ. അപ്പം വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതെല്ലാം മാറി, പൈസയൊക്കെ വന്നു. അപ്പം നമ്മൾ പണിക്ക് പോയില്ലായിരുന്നാലും ഒരാഴ്ചയൊക്കെ അത് സഹിക്കേണ്ടി വരത്തുള്ളായിരുന്നു. അതിന് വേറെ വഴി കാണാനാണ്. എന്നാലും കുഴപ്പമില്ല, പണിക്ക് വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ പണിക്ക് തന്നെ പോയി. അപ്പം ഇങ്ങനെ അങ്ങ് പോട്ടെന്ന് വെച്ച് തന്നെ ഇരിക്കുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടി, നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക അവസ്ഥ കൊണ്ടുതരുന്നത് ദൈവമോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് നമുക്കുള്ളതെല്ലാം എത്തിച്ചു തരുന്നത്. അപ്പോൾ ഈ കർമ്മങ്ങളുമായിട്ട് കണക്ട് ചെയ്താണ് നമുക്ക് പൈസ വരുന്നത്. ഒരു ജോലിക്ക് വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ എത്ര രൂപ നിങ്ങൾ പ്രതീക്ഷിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. നമ്മൾ ചെയ്യുന്ന ജോലി വെച്ചിട്ട് എത്ര പറ്റുമോ അത് കിട്ടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം ചിലപ്പോൾ അതിൽ താഴെ ആയിരിക്കും കിട്ടണം. അതിൽ താഴെയാണെങ്കിലും ശരി, അതിൽ കൂടുതലാണെങ്കിലും ശരി, നമ്മളതിനകത്ത് പോയി പ്രശ്നമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളൊരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം എന്തായാലും കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പൈസയൊന്നും നോക്കാതെ പലപ്പോഴും പണിയെടുക്കുന്നത്. അല്ലെങ്കിൽ പണിയെടുക്കാതിരിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ജോലിയായിട്ട് എന്തെങ്കിലും ഇല്ലാത്തപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു കർമ്മമായിട്ട് വന്നിട്ട് അതിൻ്റെ ഫലം നമുക്ക് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ്. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുന്നതിനൊന്നും പൈസ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ ഒരു ജോലിയായിട്ട് പോകുന്നതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ മേടിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന പൈസയ്ക്കനുസരിച്ചുള്ള പൈസ നമുക്ക് കിട്ടിയില്ലെങ്കിലും നമുക്ക് അത് വേറെ ഏതെങ്കിലും തരത്തിൽ വന്നു ചേരും. അതാണ് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഈ സാമ്പത്തികമായും അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഉത്തരം. എൻ്റെ ലൈഫിൽ അങ്ങനെയാണ് പോയത് ഫുള്ള്. അപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർ പണിയെടുക്കുന്നതിനനുസരിച്ചുള്ള പൈസ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടായിട്ട് പൈസ വേറെ അവസ്ഥ വെറുതെ പോവുകയും നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ സംഭവിക്കുന്നത് പലപ്പോഴും അവർ നേരത്തെ തന്നെ അവർ ചെയ്തതിനെക്കാട്ടി കൂടുതൽ അനുഭവിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും.
ആ ഒരു കണക്കുമായിട്ട് ചേരാത്ത രീതിയിലുള്ള പണം വേറെ എവിടുന്നെങ്കിലും കിട്ടുകയോ എവിടുന്നെങ്കിലും ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ ഒരു പ്രാർത്ഥിച്ചിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് കുറച്ച് പൈസ കൂടുതലായിട്ട് നമ്മൾ എത്രയാണോ നമ്മൾ അർഹിക്കുന്നത് അതിൽ കൂടുതൽ നമ്മുടെ കയ്യിൽ നേരത്തെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പണി ചെയ്യുന്ന സമയത്ത് നമുക്ക് പൈസ വന്നില്ലെന്നിരിക്കും, അല്ലെങ്കിൽ അത് വെറുതെ വേസ്റ്റായിട്ട് എവിടെയെങ്കിലും പൊയ്ക്കൊണ്ടിരിക്കും. കറക്റ്റായിട്ടുള്ളൊരു കണക്കിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് വരുന്ന പൈസയും നമ്മുടെ ലൈഫ് പോകുന്നതും വളരെ കൃത്യമായിട്ട് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഈ ജോലി എന്ന് പറയുന്ന സംഭവമല്ല, ചെയ്തില്ലെങ്കിൽ പോലും ജോലിയായിട്ട് ചെയ്തില്ലെങ്കിൽ പോലും ജീവിക്കാൻ പറ്റുന്നൊരു ധാരണയുണ്ട്. അത് വെച്ചിട്ടാണ് ഇത്രയും കാലം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനകത്ത് തെറ്റൊന്നും പറ്റിയിട്ടില്ല. കാരണം ചില സമയത്ത് എല്ലാ തരത്തിലുള്ളവർക്കും, എത്ര പൈസയുള്ളവർക്കും പൈസ ഇല്ലാത്തവർക്കും എല്ലാം ഒരു സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അത് കഴിയുമ്പോൾ അത് മാറും. അത് കുറച്ച് നാളത്തേനൊക്കെ കാണത്തുള്ളൂ. നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പലപ്പോഴും. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരത്തില്ല. അന്നേരം നമുക്ക് കുറച്ച് കഷ്ടപ്പാട് കൊണ്ട് ആ സാധനം തീർന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ നേരെയാകും. പണിക്ക് അപ്പം പണി എടുക്കാതിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് നീണ്ടു പോയിട്ടായിരിക്കും അത് മാറുന്നത്. പണിയെടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് മാറും. അങ്ങനെ ഞാനീ പറഞ്ഞതൊന്നും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഉള്ള സാധനം എനിക്ക് അതേപടി പറയാൻ പറ്റുന്നില്ല. എന്തായാലും എല്ലാം ഒരു കണക്കിന് പുറത്താണ് പോകുന്നത്. അത് അനുസരിച്ചാണ് ലൈഫ് എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കായിട്ട് ചെയ്യാനുള്ളത് കർമ്മം ചെയ്യാനുള്ളത് മാത്രമാണ്. അതിൻ്റെ ഫലം അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഭഗവത്ഗീത പറയുന്ന പോലെ ഫലത്തെക്കുറിച്ച് ചിന്തിച്ച് ആ എനർജിയും കൂടെ നഷ്ടപ്പെടുത്തുന്നതിലും നല്ലത് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയാണെങ്കിൽ അത് വരുമെന്നുള്ള ഉറപ്പുള്ളവൻ അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അത്ര എനർജിയും കൂടെ നമുക്ക് കർമ്മത്തിന് വേണ്ടി ചിലവാക്കാൻ പറ്റും. അതുകൊണ്ടാണ് കർമ്മത്തിൽ നിന്നുള്ള ഫലത്തെക്കുറിച്ച് ചിന്തിക്കരുതെന്ന് പറയുന്നത്. എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എല്ലാ സംഭവങ്ങൾക്കും ചില സമയങ്ങളിൽ ചില വ്യതിയാനങ്ങൾ സംഭവിച്ച് നമുക്ക് മൊത്തം കണക്കും തെറ്റിയതായിട്ടൊക്കെ തോന്നും. അത് പക്ഷേ കുറച്ച് സമയം മാത്രമായിരിക്കും. മൊത്തത്തിലുള്ള ലൈഫ് എടുക്കുമ്പോൾ എല്ലാം കറക്റ്റായിരിക്കും. ഇതുവരെ കൂടെ ജോലി ചെയ്തവരും പണിയെടുത്ത് ചെയ്യിപ്പിക്കുന്ന സാറുമൊക്കെ നിലവിലെ അവസ്ഥ വെച്ച് ഡീസൻറ്റ് കേസാണ്. എല്ലാം വളരെ നല്ല രീതിക്ക് മുമ്പോട്ട് പോകുന്നുണ്ട്. അവരെല്ലാം ഓക്കെയാണ്. അത്തരത്തിലുള്ള പ്രശ്നമൊന്നും നിലവിലില്ല. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവാർഡ് പടം പോലത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ അനുഭവത്തിൽ വന്നെങ്കിൽ ചിലതൊന്നും വരത്തില്ല, ചിലതൊക്കെ വരും. അപ്പം അങ്ങനെ അനുഭവത്തിൽ വരുന്ന ഓരോ സംഭവങ്ങളും അത് അനുഭവമായിട്ട് തന്നെ കാണിച്ച് മനസ്സിലാക്കുന്ന തരത്തിൽ അനുഭവപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞ് ഓരോ കാര്യങ്ങൾ വരും എന്നാണ് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവമാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ വരാറുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ. ചിലതൊക്കെ കുറച്ച് വലിയ കാര്യങ്ങളും ഉണ്ടാകും. അതല്ല, ഒരു ലൈഫെന്ന് പറയുന്നത് അതിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ സംഭവിക്കുന്ന സംഭവങ്ങളുടെ ഒരു കാൽക്കുലേഷൻ കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പോകുന്നത്. ഉദാഹരണത്തിന് പണി ചെയ്യാതെ ജീവിക്കുന്നതും പണി ചെയ്യേണ്ട സാഹചര്യം വരുന്നതും പണി ചെയ്ത് ജീവിക്കുന്നതും ഒക്കെ ഇതിനകത്ത് ഓരോ അവസ്ഥകളായിട്ട് വരും. ഇതൊരു ചെറിയ കണ്ടൻറ് ഉപയോഗിച്ച് ചെറിയ രീതിയിൽ പറഞ്ഞു വെക്കാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഇത് ചെറിയ രീതിയിൽ പറഞ്ഞു വെച്ചുകൊണ്ട് ആൾക്കാരുടെ ഉള്ളിലേക്ക് ഇത് ഇറങ്ങി ചെല്ലത്തില്ല. ഇതിങ്ങനെ അനുഭവിച്ച് അതിൻ്റെ കൂടെ സഞ്ചരിക്കണം. അങ്ങനെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ ഇത് അനുഭവപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അവർക്ക് മാത്രമേ ഈ ഒരു അറിവ് കൊണ്ട് പ്രയോജനം കിട്ടത്തുള്ളൂ. അല്ലാത്തവർക്കൊക്കെ ഇതൊക്കെ അറിയാമായിരിക്കും, പക്ഷേ ലൈഫിൽ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. ഒരു ഉപാധികളുമില്ലാതെ ജീവിക്കുന്ന നമ്മളിലേക്ക് ഒരു ഉപാധികളുമില്ലാതെ സഹായിക്കുന്നവരും വന്നു ചേരുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ജീവിതം ഇത്ര സുന്ദരമായിട്ട് പോകുന്നത്. ജീവിതത്തിൽ ഉപാധികളുള്ളവർക്കൊക്കെ ഉപാധികളിൽ എത്തിച്ചേരാൻ പറ്റാതെ ജീവിതം ദുഃഖകരമായി വരും. ഉപാധികളിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് നമ്മളൊരു ഉപാധി വെക്കുന്നതിലൂടെ അല്ല നമ്മുടെ ലൈഫുള്ളത് യഥാർത്ഥത്തിൽ എന്നതുകൊണ്ട് നമുക്ക് അതിൽ കൂടെ തന്നെ സഞ്ചരിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണം സഞ്ചരിക്കാം. ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക, സന്തോഷവും ഒരു രസവും എല്ലാം.
ഒന്ന് ഇച്ചിരി താമസിച്ചു, പണിസ്ഥലം എത്താറായി. താമസിച്ചെങ്കിലും നോർമലി ഇവിടെ എത്തേണ്ട സമയമായിട്ടില്ല, അതിലും നേരത്തെ നമ്മൾ. പണം ഉണ്ടാക്കണമെന്ന് മാത്രം ആഗ്രഹമുള്ളവർക്ക് പണം ഉണ്ടാവും. അങ്ങനെ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഭയങ്കരമായിട്ട് മനസ്സിലേറ്റിക്കൊണ്ട് നടക്കുന്നവർക്കെല്ലാം അവരുടെ ആഗ്രഹം നടക്കും. പക്ഷേങ്കിൽ അതുകൊണ്ട് ജീവിതം പൂർണ്ണസ്ഥിതിയിലുള്ളൊരു സെറ്റപ്പിലോട്ട് വരത്തില്ല. അതുകൊണ്ട് തന്നെ എന്തോ ഒരു പോരായ്മ കിടക്കുന്നതായിട്ട് ഇവർക്ക് ഫീൽ ചെയ്യും. അതവരുടെ ജീവിതം ദുഃഖത്തിന് കാരണമാവും. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഹാപ്പിയായിട്ട് പോകാൻ പറ്റുന്നത്. വർക്കിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ക്യാമറ കൈ വെച്ചാൽ കംപ്ലീറ്റ് പൊടിയും മണ്ണൊക്കെ ആവുക. അതുകൊണ്ട് അത് ക്യാമറ എടുത്ത് ബാഗ് വെച്ചിട്ട് പോകാൻ നല്ലതെന്ന് തോന്നുന്നു. അപ്പം പോയിട്ട് വരാം. എന്തേറെ വരെ പോകണം. ഇന്ന് പപ്പ മരിച്ചിട്ട് 41 ദിവസമായി. അപ്പോൾ അവിടെ ഒരു വേറെ ചടങ്ങായിട്ടൊന്നുമില്ല. പിന്നെ സുമ്മാ പോയിട്ട് വരാവേ. എന്താ അവിടെ ഒരു ഇതുണ്ട്, മഠത്തിൽ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം 40-40 പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ആഹാരം സദ്യ കൊടുക്കുക, അതേ ഉള്ളൂ. വേറെ ഒന്നുമായിട്ടൊന്നും വീട്ടിലൊന്നും വെക്കുന്നില്ല. അപ്പം അങ്ങനൊരു ചടങ്ങുണ്ട്. അപ്പം അതിന് പോവാം. വേറെ ആരുമില്ലെന്ന് താനേ ഉള്ളൂ. ചേട്ടാ ജോലിക്കും പോയി, പിള്ളേരും പോയി. അവിടെ അനിയനും ജോലിക്ക് പോയി, അനിയത്തി അവിടെ പഠിക്കാൻ പോയി. എറണാകുളത്ത് അവിടെ ഇല്ല. പിന്നെ അമ്മയുണ്ട്, ഞാനുണ്ട്. പിന്നെ അതിൽ കാണുമെന്ന് അറിയത്തില്ല. അങ്ങനെ വലിയ ചടങ്ങായിട്ട് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് എന്തേറെ വരെ ഒന്ന് പോവാം. പൊടിയാണ്. എന്തൊരു പൊടിയാണെന്നറിയോ ഇവിടെയൊക്കെ. ഇവിടെ വീട് പണി നടക്കുന്നു, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ ആ പൊടി കൂടുതലാണ്. മാസ്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ശ്വാസം മുട്ടും. കൊറോണ ടൈമിൽ തന്നെ ഒരു വിധത്തിലാണ് മാസ്ക് വെച്ചുകൊണ്ട് വന്നുകൊണ്ടിരുന്നത്. അയ്യോ, പൊടി തിന്നുന്നതിനൊക്കെ പാടാ മാസ്ക്. അതിനകത്ത് ശ്വാസം മുട്ടൽ പോലെ. നല്ല വെയിലാണ്. അമ്മച്ചി വെയിൽ. എന്നാ പിന്നെ ഞാൻ അവിടെ നിന്നേനെ. അത് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞോ കൊണ്ടാ. അയ്യോ അവിടെ നിൽക്കായിരുന്നു ഞാനെന്നാ. പിന്നെ ഞാൻ ഈ സാധനം മേടിച്ചോണ്ട് ഇങ്ങനെ പോകുന്നതെന്നറിയോ. പിന്നെ ഓർത്ത് ഈ എവിടെ എനിക്ക് ഈ സമയത്ത് പാമ്പുണ്ടാവും. ആഹാരം കൊണ്ടുവന്നു പ്രകാശം വിളിച്ചായിരുന്നു. അത് കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിളിച്ചത്. സാറൊക്കെ പിന്നെ കൂടെ കഴിച്ചു.
ചോറൊക്കെ ഉണ്ട്. ഞാൻ നടന്നു പോകുന്നു, ഇവിടെ തൊട്ടടുത്തല്ലേ. ഞാനും അമ്മയും പുഷ്പാൻ്റെയും പിന്നെ ഇവിടെ കുഞ്ഞുകുട്ടനും അവനും മോനും ആൻറ്റിയുടെ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നുള്ളൂ. ഒരു തരം 2 തരം വരുന്നോ, ഒരു തരം 2 തരം വരുന്നോ ഇല്ലയോ? അതെ, ഞാൻ കൂടെ ഒരു ഓട്ടോ വന്നപ്പോൾ എൻ്റെ പൊന്നെ, ഇതും കൂടെ അങ്ങ് ഇവർക്കതൊന്ന് കോൺക്രീറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ. എന്നാ അത് വെയിലും പൊടിയും തുറന്നിട്ടൊക്കെ നേരം. നീ കുറയ്ക്കാത്ത തന്നെ ഇവിടെ ആള് വന്നിട്ട് ഞാൻ അവിടെ കിടന്നോ, ഇച്ചിരി ചാള് കൊള്ളാം, കാലക്കറി പിടിക്കും. അമ്മോ, ഉറങ്ങി പോവമ്മേ. അവിടെ ഇപ്പോൾ ഉണ്ട്, അവിടെ പണിക്കാരുണ്ട് ആ ഫ്രണ്ടില്. ഒന്ന് മോശിവായ എന്നാടാ പോവാടാ. നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണോ നിന്നെ കൊണ്ടുവന്ന് ഇതിനകത്തിട്ടേ? ബെർണോ 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 അതെ എന്നാ എന്നാ ഞാൻ പോവാം. മുണ്ടക്കാൻ പോവാം. അവിടെ ഒരാളുണ്ട്, സിംബ. നിങ്ങൾക്ക് കൂട്ടം ആളുണ്ട്. പറഞ്ഞോ ഉമ്മ. അതിൻ്റെ ഇടയിൽ കൂടെ കയറി വാ 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 വാ. അമ്മ നല്ല ഉറക്കമായിരുന്നു, പറഞ്ഞു പോയി. എല്ലാവർക്കും ക്ഷീണം, ഈ ഒരു കാലാവസ്ഥ കൊണ്ട് ക്ഷീണമാണ് എല്ലാവർക്കും. ആരാണ് ഇവിടെ ഒരു പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞു. കണ്ടിട്ട് എനിക്ക് മൂർഖനെ പോലെ തോന്നി. അവൾ വീഡിയോ എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നെ, വെള്ളം കുടിക്കാനൊക്കെ വരുന്നതായിരിക്കും. ആരാണ് എന്ത്
ഭയങ്കര കുറയാണല്ലോ. നോക്കട്ടെ എന്നാ സംഭവം. എന്താ എന്നാ എങ്ങോട്ട് പോയെന്ന് കണ്ടോ പാമ്പ്? പുറകോട്ടോ? എന്തോ എന്താപ്പാ മത്തോടാ? തരാം. കേറി വന്ന ഉടനെ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്. സോക്സ് വരാം. എന്താ മോനെ ഉണ്ടാക്കിയേ? ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓൺ. എന്താ ഉണ്ടാക്കിയേ? രാവിലത്തെ ചപ്പാത്തിയൊക്കെ ഇരിക്കുന്നതാ. വെള്ളം തരുമോ? ഒന്ന് ശ്വാസം വിടും എന്നിട്ട് വെള്ളം തരാം. ശ്വാസം വിട്. സ്കൂളിൽ പോയോ? എന്നിട്ട് പഠിച്ചു കഴിച്ചു. എന്താ പഠിച്ചേ? കഴിച്ചു. പഠിച്ചു തന്നെ കഴിച്ചതേ ഉള്ളോ? പഠിച്ചില്ലേ? കഴിച്ചത് ചോറും മോരും പിന്നെന്നാ? കാത്തോരനോ? ചുമയാണല്ലോ കൊച്ചിന്. കഴിച്ചോ? അമ്മ കഴിച്ചു. എന്തോ കഴിച്ചു. കഞ്ഞി കണ്ടു. അപ്പൊ എന്താ ജോലിക്ക് പോയി. വഴി മാറ്റാൻ തുടങ്ങിയല്ലോ. ഇതിലെ വരുന്ന ഇതിലല്ലേ വരത്തുള്ളൂ. വലിയ ബ്ലോക്ക് ഇരിക്കുന്നു. ഇവിടെ വൺ ബ്ലോക്കാണ്. ഈശ്വരന്മാരെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു 50,000 രൂപ വീട്ടിൽ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. കുറേ മേടിച്ച് ബാക്കി ജയം മേടിച്ചോളൂ. എന്താ പാടാ നിനക്ക്? എന്താ ഇത്? ഏറിയല്ലേ? അങ്ങോട്ടല്ലേ വെക്കണ്ട, പിന്നെ ഞാൻ അവിടെ കൊണ്ട് വെക്കണം. പച്ചക്കറി അവിടെ അല്ലേ വെക്കുന്നേ? അല്ല, ഞാനങ്ങ് വെച്ചു. എന്താ കുഴപ്പമെന്നാ? വല്ല പ്രശ്നമുണ്ടോ?
ഇതെന്നാ പച്ചക്കറി ഇതെന്നാ എന്താ തന്നെ എന്താ പാടുണ്ടാ എന്നാ വിലക്കുറവാണ്. ഏതാ അമ്മ ചേപ്പ് വിളിക്കുന്നു വെള്ളയില നമ്മള് പക്ഷേ അമ്മ രാവിലെ ഉണ്ടാവും ഒന്ന് ചോറൊന്നും വേണ്ട നൂഡിൽസ് മതി ചേട്ടനുണ്ടോ രാവിലെ നൂഡിൽസ് മതിയേ നമുക്ക് കൊണ്ടുപോകാൻ ഉണ്ടായിരുന്നു. ആ തീരായിരുന്നു. അമ്മ എനിക്ക് രാവിലെ എഴുതിയിട്ട് നൂഡിൽസ് ഉണ്ടാക്കി തരണേ ചോറ് വേണ്ട കേട്ടോ കുറച്ച് മുമ്പ് ഈ കാച്ചിൽ കണ്ടപ്പോൾ പറഞ്ഞു അത് പുഴുങ്ങി കൊടുക്കണമെന്ന്. നീ അവസരവാദിയാണോ? നൂഡിൽസ് മതി അപ്പോൾ കാച്ചിലോ? അപ്പൊ എല്ലാവരും കാച്ചിലും മുളക് പൊട്ടിച്ചു എന്നാ സൂപ്പറാന്ന്. കുറച്ച് മുമ്പല്ലേ നീ എൻ്റെ അടുത്ത് പറഞ്ഞേ. നേരും ഉടുപ്പ് പോക്കാതെ നേരും വെളുത്ത് നല്ല നൂഡിൽസ് വയ്ക്കേ ഓക്കെ.